അമേരിക്ക, മലയാളത്തിൽ അമ്മേ ഇരിക്കുക. നിറയെ സ്ട്രോബെറി ചോക്ലേറ്റാ. പുറകില് എന്ത് ഭംഗിയാ നോക്കി. ആഹാ, അത് കലക്കി. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ വെളുപ്പിന് ഒരു 3 മണിയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 6 മണിക്കാണ്. അരിസോണയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഉറങ്ങാതെ നേരെ എയർപോർട്ട് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബോബീസ് ബർഗർ എന്ന് പറഞ്ഞാൽ അതും ഇച്ചിരി ഹെവിയാണ്. വെളുപ്പിന് 3 മണിക്കാന്ന് ഓർക്കണം. ബണ്ണ്, ചീസ്, ബേക്കൺ എല്ലാം കൂടെ ചേർത്ത് അത്ര ഹെവി ഒരു ബർഗറാണ് കഴിച്ചു. എനിക്ക് വെളുപ്പിന് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. പിന്നെ ഇനി അവിടെ ചെന്ന ഒരു 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുമെന്ന് അറിയത്തില്ല. അന്നേരം നമ്മൾ പോണു സനോസെ, സാൻ ഫ്രാൻസിസ്കോ. ഇവിടെ നേരെ വന്നത് ഒരു വീട്ടിലോട്ടാണ്. നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ വീടിൻ്റെ പുറകിൽ എന്ത് ഭംഗിയാന്ന് നോക്കി. ആഹാ, എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി ഇവർ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം. ഭയങ്കര രസം. പക്ഷേ ഈ നമ്മൾ അരിസോണയിൽ നിന്ന് നേരെ കാലിഫോർണിയ വന്നപ്പോഴത്തേക്കും മൊത്തം പ്രകൃതി മാറി, മൊത്തം പച്ചപ്പ്. അയ്യോ, ഞാനൊരു സൂത്രം കാണിക്കാം, വാ. ഓറഞ്ച്, നല്ല ഫ്രഷ് ഓറഞ്ച്. നമ്മളിവിടെ ഒരു കാലിഫോർണിയയിൽ ഒരു വീട്ടിൽ വന്നതാ. അപ്പോൾ ഇതുവരെ ഇവിടെ ഒരു ഓറഞ്ച് ഇങ്ങനെ കണ്ടില്ല, ഓറഞ്ച് മരം കണ്ടില്ല. ഇവിടെ നല്ല ഫ്രൂട്ട്സിന്റെ സ്ഥലാ. लग जाएगा. ഇത് കോമ്പിനേഷൻ ഓഫ് പ്ലം ആൻഡ് ആപ്രിക്കോട്ട് ആണ്. ഇതിന്റെ പേരാണ് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലൗട്ട്. ഇതാണ് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിൽ ഹിൽട്ടൺ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ചെന്നിട്ട് സാരിയൊക്കെ കൊടുക്കുന്നുള്ളൂ. ഹോട്ടലിൽ നിന്ന് ഇത് റെഡി ആയിട്ട് ഇറങ്ങുവാണ്. ഈ സാൻ ഫ്രാൻസിസ്കോ സിറ്റി മറ്റ് സിറ്റികളെ പോലെ അല്ല കേട്ടോ, സ്റ്റേറ്റ്സ് പോലെയല്ല. ഇതിന്റെ ആ റോഡ് തന്നെ കണ്ട ഇങ്ങനെ കുന്നും ഇങ്ങനെ ഇറക്കവും കയറ്റവും ഭയങ്കര കുത്തനെയുള്ള ഇത്. ഇവിടെ ഏറ്റവും എന്നെ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ വണ്ടികളിലെ ഡ്രൈവർലെസ് വണ്ടി, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മിക്ക വണ്ടി, നമ്മുടെ ഊബർ പോലെയൊക്കെ നമ്മൾ വിളിച്ചാൽ വണ്ടി അവിടെ വരും. ഒരു റോബോട്ട് ഉണ്ട്, ഒരു റോബോട്ടിക് ആയിട്ട് അതിന് മുകളിൽ എന്തോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി എവിടെയാണോ പോകേണ്ടത് അവിടെ നമ്മളെ കൊണ്ടാക്കും. നമ്മളവിടെ നിന്നാൽ മതി, വണ്ടി വരും, വണ്ടി തിരിക്കും, പുറകോട്ടെടുക്കും, മുന്നോട്ടെടുക്കും, വലത്തോട്ടെടുക്കും. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതായത് ലോകം കാലം പുരോഗമിക്കുന്നതിന്റെ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഡ്രൈവർ ഇല്ലാത്ത വണ്ടി എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ട്രോളി ട്രെയിൻ ആണേ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് ദിവസം 2 ഉണ്ടക്കണ്ണുകൾ എന്നെ നോക്കുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഈ സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെല്ലാവരും അപ്പോൾ എല്ലാം അടിപൊളിയായി. അപ്പോൾ നമ്മുടെ നാളെ എല്ലാവരും നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ
സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി എല്ലാരും കൂടെ കറങ്ങാൻ വേണ്ടി പോകും അല്ലേ? പൊളിച്ചു. ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാര്. നമ്മളെല്ലാരും കൂടെ ഇവിടുന്ന് ഒരു ബർഗർ കഴിച്ചിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാന്നുള്ള രീതിയിൽ ഇവിടെ നിർത്തി. ഇപ്പൊ ഇത് ഇൻ ആൻഡ് ഔട്ട്. തൊട്ടടുത്ത് ബർഗർ കഴിക്കുന്നതിന് തൊട്ടടുത്ത് ഞാൻ ഒരു കിഡ്സ് ഷോപ്പിൽ വന്നതാണ്. എന്ത് രസമാണ്. ഞാൻ അറിയാണ്ട് എപ്പോഴും ഈ സ്വീറ്റ്സ് കാണുമ്പോൾ അറിയാണ്ട് നോക്കിപ്പോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സംഭവം, കളർഫുൾ. കുറേ ഇങ്ങനത്തെ പിള്ളേർക്ക് പറ്റിയ ബാഗ്സ്, സ്വീറ്റ്സിന്റെയും ഡോണറ്റ്സിന്റെയും ഷേപ്പിൽ, കേക്സിന്റെ ഷേപ്പിലൊക്കെയാണ് അവരെ ബാഗ് വെച്ചേക്കണത്. ഇതെന്താണ്? ബാഗ് അല്ല, വെറുതെ ഡോണറ്റ്സിന്റെ ഷേപ്പിലൊക്കെ. ഇതൊക്കെ അവരുടെ ഒരു കാർട്ടൂൺ ഇതല്ലേ. സ്നാക്ക് പാക്ക് ആണ്. കപ്പ് നൂഡിൽസിന്റെ കണ്ട. ഇതിനാണോ നമ്മൾ പണ്ട് ജയൻ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി ന്യൂട്ടല്ല എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ സ്ട്രോബെറി ന്യൂട്ടല്ലയാണ് വാങ്ങിക്കുന്നത്. ക്രീമൊക്കെ വെച്ച് സ്ട്രോബെറി ന്യൂട്ടല്ല ക്രീം, അതായത് പാൻ കേക്കിന്റെ പോലത്തെ ഇത് കവറിങ്, പക്ഷെ അതിന്റെ അകത്ത് നിറയെ സ്ട്രോബെറി ചോക്ലേറ്റാ. അല്ല, ചോക്ലേറ്റ് അല്ലേ, ന്യൂട്ടല്ല. എല്ലാ ടേസ്റ്റ് എന്നറിയോ? അവിടുന്ന് നമ്മളിതേ നമ്മുടെ ജയൻ വീൽ ഇത് എല്ലായിടത്തും ഉള്ളത്. പക്ഷെ ഇത് രസമാണ്. നമ്മുടെ ഗ്രൂപ്പ് എല്ലാം പുറകിന്ന് വരണം.
പരിപാടി കഴിഞ്ഞ് നീ ജാക്കറ്റ് ഇടുന്നതിന്റെ കാര്യം എന്താടാ? എപ്പോഴും ഉറങ്ങുമ്പോൾ ജാക്കറ്റ് ആണോ? അതെ, ആണോ? ജാക്കറ്റ് ഇല്ലാത്ത പരിപാടിയില്ല. ജാക്കറ്റിനുള്ള സത്യത്തിൽ ശരീരമില്ലേ? എന്താ സത്യം? എന്താ ജാക്കറ്റ് ഊരി കഴിഞ്ഞാൽ കറക്റ്റ് ആട് ജീവിതമാണ്. അത് കലക്കി. ഇത് കാണാനാണ് നമ്മൾ ഇവിടെ വന്നേക്കണേ. അതായത് ഇത് എന്നാണ് ഇത്? അല്ല ഇത് എന്താ ഇത്? അയ്യോ നോക്കടാ ചെറുക്കാടാ. എന്റെ പൊന്നേ, അയ്യോ നമ്മൾ അവിടെ ഒരെണ്ണത്തിനെ കണ്ടു. പക്ഷെ ഇത് എന്നാ ഇത്? ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? നമുക്കൊരു പേരിടാം. സീൽ നീർനായ. അയ്യോ ഭയങ്കര മണമാണ് കേട്ടോ. അയ്യോ ഇങ്ങനെ കൂട്ടത്തോടെ. ഇത് ഫുള്ള് എല്ലാരും കെട്ടി വെച്ചേക്കാ. ഓരോരുത്തരും ഇങ്ങനെ കണ്ട. വേൾഡ്സ് ലാർജസ്റ്റ് മറൈൻ മാമൽ ഹോസ്പിറ്റൽ. All the way from Oakdale? Okay, I don't know where that is. അവിടെ നമ്മൾ നടന്ന്. So, you're going to hold the knives just like that. 2 hands. Don't move your hands. Hold them tight. Don't move your hands, okay? ഇവിടെ എന്തോ ഒരു ഷോ You die, I die, everybody dies. What was your name again? Andre, you have a good memory. ബിസ്ക്കറ്റ് കുക്കി സർവ്ഡ് വിത്ത് എവറി കോഫി. ഈ കുക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടുന്നു, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ്. അമേരിക്കാനോ, because this is അമേരിക്ക. മലയാളത്തിൽ അമ്മേ ഇരിക്കുക. ഇവിടുത്തെ ടാക്സിയുടെ കളർ കണ്ടോ, നല്ല രസമുണ്ടല്ലേ? സാൻ ഫ്രാൻസിസ്കോയിൽ എല്ലാവരും കൂടുതൽ കാണുന്നത് ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. ഈ ബ്രിഡ്ജിൻ്റെ എന്താ പറയുക, ഞാനൊരു 7 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. പക്ഷെ ഇതിൻ്റെ എത്ര ക്യൂ ആണെന്ന് നോക്കിയ ആൾക്കാർ കാണാൻ. ഈ അറ്റം വരെ ക്യൂ ആ. എടാ നിനക്ക് നാണല്ലേടാ കണക്ഷൻ ഇല്ലാത്ത ഫോണിൽ സംസാരിക്കാൻ? നാണല്ലോ നിനക്ക്? ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സൂര്യയുടെ കാലത്തെ ഏറ്റവും ഹിറ്റുകളിൽ ഒന്നായ വാരണമായിരം സിനിമ ഷൂട്ട് ചെയ്ത പ്രപ്പോസൽ സീനില്ലേ, അതിലെ നായിക ഇവിടെ നിന്നിട്ടാണ് പറയണത്. ഇതാണ് നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ അവിടെ ഇതാണ് കൗശിക്കിന്റെ അച്ഛൻ.
കുഞ്ഞ് എപ്പിസോഡ് ഇഷ്ടമായോ? എനിക്ക് എന്താ പറയാ, ഇനിയിപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. വേറൊരു സ്റ്റേറ്റിലെ വിശേഷം, US അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? മഴയൊക്കെ പിടിച്ച് നല്ല ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥ, നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.